ദേ ഇന്ന് നമ്മൾ കടലപ്പായസമാണേ ചെയ്യുന്ന. പരിപ്പ് ദേ ആദ്യം തന്നെ നമ്മൾ കഴുകി കുക്കറിലോട്ട് ഇട്ട് അതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാവേ. ആക്ച്വലി ഇതിനത്ര സമയം എടുക്കത്തില്ല, ഈ പരിപ്പ് ഒന്ന് വേകുന്ന സമയമേ ഉള്ളൂ, അല്ലാതെ എല്ലാം പെട്ടെന്ന് ഒരു 4-5 വിസിൽ കേൾക്കണേ, കാരണം ഇത് അത്യാവശ്യം വേവുള്ളതാണ്. പരിപ്പ് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതിനകത്തോട്ട് നമുക്ക് ഈ വേവിച്ച പരിപ്പ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഇനി അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ 2ാം പാലാണ് ചേർത്ത് കൊടുക്കണം. അതിലേക്ക് നമ്മൾ ഏലക്ക പൊടിച്ചത് ഒരു 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഇനി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് 1ാം പാൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ 1ാം പാൽ ഒഴിച്ച് അധികം തിളപ്പിക്കണമെന്നില്ല കേട്ടോ, നമുക്കൊരു ചെറിയ തിള വരുമ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ആക്കാം. ഇനി ഇതിൽ അവസാനത്തെ പരിപാടി നമ്മൾ നെയ്യിൽ കപ്പലണ്ടിയാണ് വറുത്തിടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ലൈക്കും കൂടെ ചെയ്തേക്കണേ.